ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഴംപൊരി ബീഫാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സവോള നന്നായിട്ട് വാട്ടിയെടുക്കാം. സവോളയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് മൈദമാവാണ് കലക്കിയെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പഴം നല്ല നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പല വീഡിയോസിലും പഴംപൊരി ബീഫിൻ്റെ കോമ്പിനേഷൻ കണ്ടിട്ട് കഴിക്കാനായിട്ട് തോന്നാറുണ്ട്. അതുപോലെ ഹോട്ടലിലൊക്കെ പോയിട്ട് പലരും കഴിച്ച എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ ഇത്രയും ടേസ്റ്റാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ബീഫിൻ്റെ ഒരു റോസ്റ്റ് ഒത്തിരി ചാറ് പോലെയാണ് വെക്കുന്നത്. അപ്പോഴാണ് ഇതിലേക്ക് കോമ്പിനേഷൻ അങ്ങ് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു തുള്ളി ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ അത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഓരോ പഴവും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. കാണുമ്പോൾ വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി പഴംപൊരിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആൾക്കാർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അഭിപ്രായം കേൾക്കാം കേട്ടോ. പൊളിച്ചാണോ? അങ്ങനെ ബീഫും കൂടി എടുക്ക്. ഞാൻ വെച്ചടാ അതിലെ അങ്ങനെ കഴിച്ചു നോക്ക്. ഇങ്ങനെ വെച്ചോക്ക്. ആട്ട് ഉണ്ട് പഴംപൊരി ബീഫും ഇതൊക്കെ